ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ലിനോസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ലിൻഷ ഷെറിൻ. പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ലോകത്തിൻ്റെ തന്നെ തലസ്ഥാനമായിട്ടാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. ഏകദേശം 26% തൊട്ട് 29% വരെ ഇന്ത്യക്കാരും പ്രമേഹ രോഗികളാണ്. കേരളം പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഒട്ടും തന്നെ പുറകിലല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് പഴങ്ങൾ കഴിക്കണോ, അല്ലെങ്കിൽ ഏത് പഴങ്ങൾ കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം, ചക്ക കഴിക്കാൻ പറ്റുമോ, മാങ്ങ കഴിക്കാൻ പറ്റുമോ, ഇത് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കൂടുമോ, ഇതിനുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവർക്കുണ്ട്. സോ ഇത്തരത്തിലുള്ള അവരുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രമേഹ രോഗികൾ എപ്പോഴും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് എത്ര പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നു എന്ന ഒരു റാങ്കാണ്. സോ ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിട്ട് 3 ഇതിനെ ഭാഗിക്കാം. അതായത് കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏകദേശം 55 ഗ്ലൈസിമിക് ഇൻഡെക്സിന് താഴെ. അടുത്തായിട്ട് ഇടത്തരത്തിലുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അതായത് 56 തൊട്ട് 69 വരെയാണ് ഈ ഒരു റേഞ്ച് വരുന്നത്. അടുത്തതായിട്ട് കൂടിയ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അതായത് 70 ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ മുകളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളെ വേർതിരിച്ച് റാങ്ക് ചെയ്ത് ടേബിളാക്കി വെക്കാം. ഇത്തരത്തിലുള്ളതിൽ നിന്നും ഏറ്റവും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രമേഹ രോഗികൾ കഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമം. നമ്മൾ പഴങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും സീസണലായിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അമിതമായി കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടിൻ ചെയ്ത പഴങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാണ് ഏറ്റവും ഉത്തമം. ടിൻ ചെയ്ത പഴങ്ങളിൽ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ കെമിക്കൽസും കളറും മധുരവും ഒക്കെ ആഡഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉണക്കിയ പഴങ്ങൾ കഴിക്കുമ്പോഴാണ്. ഉണക്കിയ പഴങ്ങൾ ഷുഗർ ചേർത്ത്, മധുരം ചേർത്തിട്ടാണ് ഉണക്കിയത് എങ്കിൽ ഇത് കഴിക്കുമ്പോഴും നമ്മളെ ബ്ലഡ് ഷുഗർ കൂടി വരാറുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പ്രത്യേകമായിട്ടും ഈന്തപ്പഴത്തിൻ്റെ പുറത്ത് ഗ്ലൈസിങ് ആയിട്ട് നമുക്ക് ശർക്കര അല്ലെങ്കിൽ തേന് പോലുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില കിവി പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ പഞ്ചസാരയുടെ പൊടി വിതറി കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ എന്തായാലും ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളിൽ ഏറ്റവും ഉത്തമമായി പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് പേരയ്ക്ക, അതല്ലെങ്കിൽ അടക്കാപ്പഴം, ഗുവാവ എന്ന് പറയും. ഇതിനകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പുറമെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെയുടെ നല്ലൊരു സ്രോതസ്സാണ്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണെങ്കിൽ വെറും 31 മാത്രമാണ്. അപ്പോൾ 1-2 പേരയ്ക്ക ഒരു ദിവസം നമുക്ക് സേഫായിട്ട് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ആപ്രിക്കോട്ട് കഴിക്കാം. ആപ്രിക്കോട്ട് പുറത്ത് രാജ്യങ്ങളിലുള്ളവരാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ആപ്രിക്കോട്ട് ലഭിക്കാറുണ്ട്. 1-2 ആപ്രിക്കോട്ട് ദിവസേന കഴിക്കാവുന്നതാണ്. പിന്നീട് ആപ്പിളാണ്. ആപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. ചില വെറൈറ്റി ആപ്പിൾസിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇത്തിരി കൂടുതലാണെങ്കിൽ ഗ്രീൻ ആപ്പിൾ വെറൈറ്റീസിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ തോതിലാണ് കാണുന്നത്. അതുപോലെ മുസംബി, ഓറഞ്ച് കാറ്റഗറിയിലുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പഴങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ പണ്ട് സുലഭമായി കണ്ടുവരുന്ന ഞാവൽപ്പഴം നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാവൽപ്പഴം ഒരു ഹാൻഡ്ഫുൾ, ഒരു പിടി, ഒരു 8-10 ഞാവൽപ്പഴം ചെറുതാണെങ്കിൽ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അവഗാഡോസ്, നമുക്കിപ്പോൾ നാട്ടിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ് അവഗാഡോസ്. ചില ആളുകൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവഗാഡോസ് നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റു വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, വൈറ്റമിൻ കെ പോലുള്ള കാര്യത്തിൻ്റെയും നല്ല സ്രോതസ്സാണ്. സോ നമുക്ക് സാലഡ്സിലും മറ്റും അവഗാഡോ ഉൾപ്പെടുത്താവുന്നതാണ്. ഉറുമാമ്പഴം, അതല്ലെങ്കിൽ അനാർ, പോമഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഫ്രൂട്ടും വളരെയധികം യൂസ്ഫുൾ ആണ്. ഇതിനും കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. ഒന്നോ അതല്ലെങ്കിൽ ഒന്നിൽ പകുതിയോ അനാർ നമുക്കൊരു ദിവസം കഴിക്കാവുന്നതാണ്. പഴുത്ത പപ്പായയുടെ ഒരു കഷ്ണം, അതുപോലെ തന്നെ മസ്ക് മെലൺ എന്ന് പറയുന്ന നമ്മൾ സാധാരണയായിട്ട് ഷമാം എന്ന് വിളിക്കും, കാൻറ്റലൂപ്പ്, ഹണി ഡ്യൂ പ്ലാന്റ്, ഇങ്ങനെ പല രീതിയിൽ ഇതിന് പേരുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വിളിക്കുന്നത് ഷമാം എന്നാണ്. ചില ആളുകൾ ബട്ടർ ഫ്രൂട്ട് എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം നമുക്ക് സാലഡിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പെയർ, പുറം രാജ്യങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന പെയർ, അതല്ലെങ്കിൽ സബർജിൽ വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. അതുപോലെ തന്നെ സ്ട്രോബെറി കഴിക്കാം. സ്ട്രോബെറി ഏകദേശം ഒരു ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം, വലുതാണെങ്കിൽ ഒരു 6 എണ്ണം കഴിക്കാം. കിവി വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള മറ്റ് ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ വളരെയധികം അടങ്ങിയിട്ടുള്ളതാണ് കിവി. അപ്പോൾ കിവി ഇഷ്ടമുള്ളവർക്ക് 1-2 കിവി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നേന്ത്രപ്പഴം, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴം ഒക്കെ കമ്പാരിറ്റീവ്ലി ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. സോ ഇളം പഴുപ്പുള്ള നേന്ത്രപ്പഴം വേണമെങ്കിൽ ഒരു കഷ്ണം നമുക്ക് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല.
ബട്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം, നല്ല കറുത്ത തൊലിയായിട്ട് വന്ന് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം പെട്ടെന്ന് ബ്ലഡ് ഷുഗറിനെ ഉയർത്തുന്നതാണ്. നേന്ത്രപ്പഴത്തിന് പകരമായിട്ട് നമുക്ക് വാഴപ്പഴം, അതായത് നമ്മുടെ മൈസൂർ പഴം എന്ന് വിളിക്കും, ചെറിയൊരു പുളിപ്പും ഇളമായിട്ടുള്ള മധുരമുള്ള മൈസൂർ പഴം ഒരു ദിവസം 1 എന്നുള്ള രീതിയിൽ കഴിക്കാം. അതല്ലെങ്കിൽ റോബസ്റ്റ ഒരെണ്ണം കഴിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പഴങ്ങൾ, ഇത് ഗ്ലൈസിമിക് ഇൻഡെക്സ് 56-ന് മുകളിലും 69-ന് ഇടയിലും ഉള്ളതാണ്. മോഡറേറ്റ് ആയിട്ട് നമുക്ക് വല്ലപ്പോഴും കഴിക്കാം, ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ കഴിക്കാവുന്നതാണ്. അതിന് ഉദാഹരണമാണ് മുന്തിരി, അതുപോലെ തന്നെ പൈനാപ്പിൾ, സപ്പോട്ട, ഈന്തപ്പഴം, പച്ച ഈന്തപ്പഴം ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പച്ച ഈന്തപ്പഴം അത് കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ കാരക്ക പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അത് നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ പഴുത്ത ഈന്തപ്പഴം ഇത് വല്ലപ്പോഴും മാത്രം കഴിക്കുക, ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. ഇനി ഞാൻ പറയുന്നത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്ന് അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളീയരുടെ എല്ലാം ഫേവറേറ്റ് ആണ് പഴുത്ത മാങ്ങ, പഴുത്ത ചക്ക ആൻഡ് നേന്ത്രപ്പഴം. ഈ 3 ഫുഡ്സിലും കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം കുറേ പേര് വന്ന് വാദിക്കാറുണ്ട്. ആർട്ടിക്കിളിൽ കണ്ടു, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടു, മാംഗോ അല്ലെങ്കിൽ ചക്ക കഴിച്ചാൽ ഷുഗറൊന്നും കൂടില്ല, നിങ്ങൾ വെറുതെ പറയാണ് എന്നൊക്കെ പറഞ്ഞ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും സുലഭമായി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണിത്. ഇത് കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. ഒരാളും ഒരു ചക്കച്ചുളയോ അതല്ലെങ്കിൽ 2 ചക്കച്ചുളയോ കഴിച്ച് നിർത്താറില്ല. നമ്മൾ ചക്കയൊക്കെ കഴിക്കുമ്പോൾ നിർത്താതെ ഒരു ഹാഫ് ചക്ക അതല്ലെങ്കിൽ ഒരു 10 ചുളയെങ്കിലും അറിയാതെ കഴിച്ചു പോകാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കഴിക്കുമ്പോഴാണ് നമ്മളെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൂടുന്നത്. പച്ചച്ചക്ക, പച്ചമാങ്ങ, അതുപോലെ തന്നെ പച്ചക്കായ, ഇത് 3ഉം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തുള്ള നാരിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും റിച്ച് ആണ്. പക്ഷേ ഇത് നന്നായി പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും കാലറിയും കൂടും. പെട്ടെന്ന് ബ്ലഡിൽ പഞ്ചസാരയായിട്ട് ഇത് കൺവേർട്ട് ആവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചുരുങ്ങിയ തോതിൽ കഴിക്കുക. രക്തത്തിൽ ഉയർന്ന പഞ്ചസാരയുടെ അളവും മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ഡയറ്റിൽ നിന്നും ഒഴിവാക്കുകയാണ് ഉത്തമം. അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആ 10 ഫ്രൂട്ടിൽ നിന്നും ഏതെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കാനുള്ളൊരു തോന്നലുണ്ടാവും. ഡയബറ്റിക് ആവുമ്പോൾ പ്രത്യേകിച്ചും പറയാറുണ്ട് പേഷ്യൻസ്. അങ്ങനെ ഒരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നതെങ്കിൽ, ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിനെ 4ആയിട്ട് ഭാഗിച്ച് ഒരു കഷ്ണം കഴിക്കുക. കാരണം ഓൾറെഡി നമ്മൾ ഫുഡ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉള്ള ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എനർജി ഉണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മളെ ഷുഗർ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ഇടനേരങ്ങളിൽ, ഞാൻ പറഞ്ഞു പ്രമേഹ രോഗികൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കണം. ഇടനേരങ്ങളിലാണ് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു പഴം മുഴുവനായിട്ട് കഴിക്കാം. അതിൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ തരത്തിലുള്ള ഫ്രൂട്ട്സ് ഡെയിലി കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല നിറത്തിലും പല വെറൈറ്റിയിലുമുള്ള ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എപ്പോഴും കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 ഫ്രൂട്ട് കാറ്റഗറി നിങ്ങൾക്ക് ഡെയിലി മാറ്റി കഴിക്കാവുന്നതാണ്. പഴങ്ങൾ അരച്ച് ജ്യൂസായിട്ടോ ഫ്രഷ് ജ്യൂസായിട്ടോ കഴിക്കുന്നതിലും ഉത്തമം പഴം മുഴുവനായിട്ട് കഴിക്കുകയാണ്. അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ ദോഷം ചെയ്യും. കൂടാതെ തന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻടേക്ക് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമുക്ക് വയറ് നിറയും. പക്ഷേ ഇത് ഫ്രഷ് ജ്യൂസ് ആക്കുമ്പോൾ ഒന്നിലധികം ഫ്രൂട്ട്സ് എടുത്ത് ഒരു കപ്പ് ജ്യൂസ് ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പോൾ കാലറി ഇൻടേക്കും ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ടൈപ്പ് 2 പ്രമേഹമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ഗർഭകാല പ്രമേഹമുള്ള ഗർഭിണികളാണെങ്കിലും മറ്റും നമ്മളടുത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എന്തെല്ലാം കഴിക്കാൻ പറ്റും. അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ അതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടൊരു ഐഡിയ നൽകിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം യൂണിവേഴ്സ് പ്ലാനറ്റ്. സ്റ്റേ ട്യൂൺഡ്.